ഹലോ ഗൈസ്, ഇറ്റ്സ് മി പാറുവാണേ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു സൂപ്പ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കുറച്ച് പയർ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചോളം, കുറച്ച് ക്യാപ്സിക്കം, പച്ചമുളക്, ക്യാരറ്റ്, നീളത്തിലരിഞ്ഞ് വെച്ച് ക്യാബേജ്, ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, സാധാരണ ബട്ടറൊക്കെയാണ് യൂസ് ചെയ്യുക, നമുക്കിവിടെ വീട്ടിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, പച്ചമുളക്, ക്യാരറ്റ്, ദെൻ പയർ, ക്യാപ്സിക്കം, ക്യാബേജ്, ചോളം, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പിടുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച്, എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് സോയാ സോസ്, ഇതും ഞാൻ കുറച്ചേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോയാ സോസ് കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെജിറ്റബിൾസ് വെന്ത് വരുമ്പോൾ ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് 1 സ്പൂൺ കോൺഫ്ലോർ ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു മുട്ട മിക്സ് ചെയ്ത് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് നേരത്തേക്ക് ഇത് ഇളക്കാൻ പാടില്ല. മുട്ട ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഒന്ന് തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ ഈ പരിപാടി അവസാനിപ്പിക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.